Hello children. So today we are going to study problems on circular arches. Okay, ഇന്ന് നമ്മൾ 3 hinged circular archനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ here's the question. A 3 hinged circular arch of span 30 meter with a central rise of 6 meter carries a concentrated point load of 10 kilonewton at 10 meter from left hinge. Calculate support reaction and bending moment. So here's the arch figure. It is 30 meter span and the central rise is 6 meter and a load 10 kilonewton acts at a distance 10 meter from left hinge, that is from VA, and calculate the support reaction VA and VB. Also find the maximum bending moment. So where the maximum bending moment will be acting? Under the load. അല്ലേ 10 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നു. ഇവിടെ ആകെ 10 കിലോ ന്യൂട്ടൺ ലോഡേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ലോഡ് ആക്ട് ചെയ്യുന്ന സെക്ഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. നേരത്തെ നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ ആദ്യമേ മൊമെൻറ്റ് അബൌട്ട് ബി കണ്ടുപിടിക്കുക. അത് വെച്ച് വി എ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ വി ബി വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, വി എ വാല്യൂ കണ്ടുപിടിക്കാൻ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ബിക്ക് അബൌട്ട് ആയിട്ട് മൊമെൻറ്റ് എടുത്തു. സോ വി എ ഇൻറ്റു ഡിസ്റ്റൻസ് ആൻഡ് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇപ്പോൾ വി എ ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ലോഡ് 10 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അബൌട്ട് ബി ഇപ്പോൾ വി എ ഇൻറ്റു 30 ഈക്വൽ ടു 10 ഇൻറ്റു 20. അതിൽ നിന്ന് നമുക്ക് വി എ വാല്യൂ കിട്ടും. ദെൻ വി എ പ്ലസ് വി ബി ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഡബ്ല്യു. സോ വി ബി വാല്യൂ വിൽ ബി 3.33. Then find the horizontal thrust. Horizontal thrust കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? By taking moment about C, that is taking moment about crown hinge. crown hinge about ആയിട്ട് മൊമെൻ്റ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണ്? വി എ ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ ഹിഞ്ച് വരെയുള്ളത്. ഇപ്പോൾ വി എ ഇൻറ്റു 50 അതിൽ ഒന്നെങ്കിൽ എ സപ്പോർട്ട് ചെയ്യുന്ന ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് സി ഓൺ ലെഫ്റ്റ് സൈഡ് ഓർ അബൌട്ട് റൈറ്റ് സൈഡ്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? വി ബി ഇൻറ്റു അവിടെ ആകുമ്പോൾ ലോഡില്ല, അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേഷൻ നടക്കും. അതുകൊണ്ട് വി ബി ഇൻറ്റു 15 പ്ലസ് എച്ച് ഇൻറ്റു 6, അതിൽ നിന്ന് എച്ച് വാല്യൂ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ എപ്പോഴും ഏത് സർക്കുലർ ആർച്ചിൻ്റെ കേസിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ്. അപ്പോൾ അതിൻ്റെ ഡെപ്ത് അറിയണം. അപ്പോൾ ഡെപ്ത് അറിയണമെങ്കിൽ ഈ ആർച്ചിൻ്റെ റേഡിയസ് അറിയണം. അതിൽ നിന്നെല്ലാം നമുക്ക് ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആർച്ചിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള സർക്കുലർ ആർച്ചിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ L²/8h പ്ലസ് h/2. ഈ ഇക്വേഷൻ ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പം കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെയും കാണിക്കാം. സർക്കുലർ ആർച്ചിൽ ഇക്വേഷൻസ് ആണ്. റേഡിയസ് ഓഫ് ആർച്ച് ആർ ഇസ് ഇക്വൽ ടു L²/8h പ്ലസ് h/2. സർക്കുലർ ആർച്ചിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാം. ഇനി എനി പോയിന്റിലെ ഡെപ്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ തീറ്റ വാല്യൂവിൽ നമുക്ക് ഡിസ്റ്റൻസ് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എച്ചും ആറും മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ ആംഗിളും അറിയാമെങ്കിൽ വൈ വാല്യൂ കണ്ടുപിടിക്കാൻ h മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഓർ വൈ ക്യാൻ ബി ഫൗണ്ട് ബൈ ഇക്വേഷൻ y ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ആർ പ്ലസ് എച്ച്. ഇവിടെ ഈ റൂട്ടിൻ്റെ അകത്താണ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ റൂട്ടിൻ്റെ അകത്താണ്. എനിക്ക് റൂട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി വന്നില്ല എന്നേ ഉള്ളൂ. റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അത് റൂട്ടിലാണ്. അപ്പം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൂട്ട്, അതിൻ്റെ റൂട്ട് എടുക്കുക. പിന്നെ മൈനസ് ആർ പ്ലസ് എച്ച്. ആർ പ്ലസ് എച്ച് റൂട്ടിൻ്റെ അകത്തല്ല, എക്സ് സ്ക്വയർ വേറെ റൂട്ടിൻ്റെ അകത്താണ്. ദെൻ എക്സ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L/2 മൈനസ് ആർ സൈൻ തീറ്റ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് സർക്കുലർ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ ആർ ഇസിക്കൽ ടു L²/8h പ്ലസ് h/2. ഇതിൽ എൽ നമുക്കറിയാം, ലെങ്ത് സ്പാൻ എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്, എച്ച് എന്ന് പറയുന്നത് റൈസ് ആണ്. അപ്പോൾ 30²/8 ഇൻറ്റു 6 പ്ലസ് 6/2. അപ്പോൾ റേഡിയസ് ഓഫ് സർക്കുലർ ആർച്ച് ഈസ് 21.75 മീറ്റർ. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നെ എടുത്ത് നോക്കണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. വെനെവർ വി ആർ ഡീലിംഗ് വിത്ത് സർക്കുലർ ആർച്ച് വി നീഡ് ടു ഫൈൻഡ് റേഡിയസ് ഓഫ് ആർച്ച്. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കുകയാണ്. ഇനി നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് ഇഫ്
സിൻസ് ലോഡ് ഈസ് ഗിവൺ, ലോഡ് ആക്ട് ചെയ്യുന്നിടത്തായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സിഗ്മ എം ഡി അല്ലെങ്കിൽ സിഗ്മ എം ഈക്വൽ ടു 0, ഇക്വിലിബ്രിയം ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ദെൻ വി എ ഇൻറ്റു 10, വി എ ഡിക്ക് അബൌട്ടായിട്ട് ക്ലോക്ക് വൈസിലാണ്, ദെൻ എച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ് എച്ച് ഇൻറ്റു വൈ. അപ്പോൾ വൈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ. അതിൽ വൈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇവിടെ നമുക്ക് റേഡിയസ് അറിയാം, എക്സ് ഡിസ്റ്റൻസും അറിയാം അല്ലേ. എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഹിഞ്ചിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വൈ കണ്ടുപിടിക്കുമ്പോൾ കേട്ടോ. ഹിഞ്ച് സപ്പോർട്ട് ചെയ്യുന്നത്, ഹിഞ്ചാണ് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് അറിയാം, റേഡിയസ് അറിയാം, റൈസ് അറിയാം. അപ്പോൾ അത് വെച്ച് വൈ വാല്യൂ കണ്ടുപിടിച്ചൂടെ. അപ്പം ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ആർ പ്ലസ് എച്ച്. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ വാല്യൂ 21.75 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 5 സ്ക്വയർ മൈനസ് ആർ പ്ലസ് 21.75 പ്ലസ് 6 റൈസ്. അപ്പം ഈ 21.75 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ദ ഹോൾ റൂട്ട് ആണ്, ഹോൾ റൂട്ട്, ദെൻ മൈനസ് 21.75 പ്ലസ് 6. ഈ എക്സ് സ്ക്വയർ വരെ റൂട്ടിൻ്റെ അകത്താണ്. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ തെറ്റിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ പറയരുത് മേഡം പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയാന്ന്. സോ വൈ വാല്യൂ എന്ന് പറയുന്നത് 5.42 മീറ്റർ. ദെൻ substitute the y value in MD equation, this moment equation. So MD is equal to VA into 10 minus H into Y. അപ്പോൾ അതിൻ്റെ അകത്ത് y വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് 21.55 കിലോ ന്യൂട്ടൺ മീറ്റർ. എപ്പോഴും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വാല്യൂസ് എഴുതുന്നതിൻ്റെ കൂടെ യൂണിറ്റും എഴുതണം കേട്ടോ. സോ ഇതാണ് സർക്കുലർ 3 ഹിഞ്ച്ഡ് സർക്കുലർ ആർച്ച് ബേസുള്ള പ്രോബ്ലം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ഡെറിവേഷനല്ല, തിയറി അല്ലെങ്കിൽ ഡെഫിനിഷൻ പാർട്സ് ആണ്. അത് 3 ഹിഞ്ച്ഡ് ആർച്ചിൽ വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ എഫക്റ്റ് ഓൺ 3 ഹിഞ്ച്ഡ് ആർച്ച്. 3 ഹിഞ്ച്ഡ് ആർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഹിഞ്ചസ് ആണ് അല്ലേ, 3 സൈഡിലും സപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊരു സ്റ്റാറ്റിക്കലി ഡിറ്റർമൈൻഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഏതൊരു കേസിലും ടെമ്പറേച്ചർ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ സ്ട്രക്ചർ ഫോം ചെയ്യും അല്ലേ. ഇപ്പം സിമ്പിൾ ഒരു ബീം ആണെങ്കിൽ, വെറും സിംഗിൾ ബീം ആണെങ്കിൽ അതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത്, ബെൻഡ് അപ്വേർഡ്സ് അല്ലേ. അത് വേണേൽ എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യുക. ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യും, ഡൗൺവേർഡായിട്ട് കോൺട്രാക്റ്റ് ചെയ്യും. ആ കേസിൽ തന്നെ അതുപോലെ തന്നെ ഇവിടെ ആർച്ചിലെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആർച്ചിൽ ഇപ്പോൾ 3 ഹിഞ്ചിൻ്റെ കേസിൽ എയും ബിയും സപ്പോർട്ടഡ് ആണ്, ഹിഞ്ച്ഡ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ റേസ് വരുമ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ക്രൗൺ പാർട്ടിലായിരിക്കും. ഇപ്പോൾ ലോഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ലോഡ് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രൗൺ പാർട്ടിലായിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. സിൻസ് 3 ഹിഞ്ച്ഡ് ആർച്ച് ഈസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമൈൻഡ് സ്ട്രക്ചർ ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് ഓർ ഡ്യൂ ടു സെറ്റിൽമെൻറ്റ് ഓഫ് സപ്പോർട്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ടിൽ സെറ്റിൽമെൻറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ട്രെസ്സ് ഫോം ചെയ്യുന്നില്ല. കാരണം റിജിഡ് ബോഡി ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ റിജിഡ് ബോഡി റൊട്ടേഷൻ ഫോം ചെയ്യും. ഈ ആക്ഷൻസ് മൂലം അവിടെ സ്ട്രെസ്സ് ഫോം ചെയ്യുന്നില്ല. അപ്പം സ്ട്രെസ്സ് ഫോം ചെയ്യാതെ അവിടെ എക്സ്പാൻഷനാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ ക്രൗൺ ഹിഞ്ചിൽ ഇപ്പോൾ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മൂലം ഈ സപ്പോർട്ട്സ് എയും ബി എന്ന് പറയുന്നത് ഈ ഇന്നറായിട്ട് എന്താ പറയുക അല്ലെങ്കിൽ ഇൻസൈഡിലോട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ക്രൗൺ ഹിഞ്ച് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പം അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രൗൺ ഓഫ് ദി ആർച്ചിൻ്റെ ക്രൗണ് റൈസ് ചെയ്യും. അപ്പം ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെയാണ് ഡെൽറ്റ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ഇക്വേഷൻ ടെമ്പറേച്ചർ ചേഞ്ച് 3 ഹിഞ്ച് ആർച്ചിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് L സ്ക്വയർ പ്ലസ് 4H സ്ക്വയർ ബൈ 4H ആൽഫ ടി. ആൽഫ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻക്രീസ് ഇൻ
ടെമ്പറേച്ചറാണ്. ലീനിയർ എക്സ്പാൻഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ആൽഫ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതിൻ്റെ ഡെറിവേഷനാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ഫിഗർ. എ ബി സ്പാനിലുള്ള ആർച്ച്. ഇറ്റ് ഈസ് ഓൾസോ ഹിഞ്ച്ഡ് അറ്റ് എ ബി ആൻഡ് സി. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് മൂലം ഈ ആർച്ചിൽ ക്രൗൺ ഹിഞ്ച് എക്സ്പാൻഡ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഫോം ചെയ്തു. എങ്ങോട്ടാണ്? അപ്പം എ സി ബി എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത് എ ഡി ബി എന്നുള്ള രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ റൈസ് എച്ച് ആണ്, അത് കുറേ കൂടെ. അപ്പോൾ ഇവിടുത്തെ എക്സ്പാൻഷൻ ലെങ്ത് എന്ന് പറയുന്നത് സി ഡി ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ലെങ്ത് ഓഫ് ആർച്ച് since the A and B do not move and since hinge C is not connected to any permanent object, the crown hinge will rise from C to D. ഞാൻ പറഞ്ഞ പോലെ സിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യും. അപ്പം എ ഡി ആയിരിക്കും ന്യൂ പൊസിഷൻ. അല്ലെങ്കിൽ ഒരു കോഡ് നമ്മൾ എ സി കോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സി കോഡിൽ നിന്ന് എ ഡി കോഡിലേക്ക് ചേഞ്ച് ചെയ്യും ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ. അപ്പം ആർക്ക് എ ഡി എന്ന് പറയുന്നത് ആർക്ക് എ സി ഇൻറ്റു 1 + ആൽഫ ടി എന്ന് വരും. ആർക്ക് എ ഡി അല്ലെങ്കിൽ കോഡ് എ ഡി എന്ന് പറയുന്നത് 1 + ആൽഫ ടി. ആൽഫ ടി എന്ന് പറയുന്നത് ഈ എക്സ്പാൻഷനെയാണ് ആൽഫ ടി എന്ന് പറയുന്നത്. സിയിൽ നിന്ന് ഡിയിലോട്ട് മാറിയ ചേഞ്ചിനെയാണ് ആൽഫ ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ ആൽഫ ടി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ, അതാണ് ആൽഫ ടി. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഡെറിവേഷനായിട്ട് വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. കോഡ് എ സി എന്ന് പറയുന്നത് കോഡ് എ ഡി മൈനസ് കോഡ് എ സി എന്ന് പറഞ്ഞാൽ കോഡ് എ ഡി മൈനസ് കോഡ് എ സി. അതാണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് മൂലമുള്ള ഡിസ്റ്റൻസ്. ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സി ഇൻറ്റു ആൽഫ ടി. ഇനി സി നമ്മളപ്പം ഒരു പോയിന്റ് പെർപെൻഡിക്കുലർ സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ പോയിന്റ് ഇ കൺസിഡർ ചെയ്യാണ്. അപ്പം എങ്ങനെയാണ് അത് എഴുതുന്നത്? ലെറ്റ് us കൺസിഡർ സി ഇ ബി പെർപെൻഡിക്കുലർ ടു എ ഡി. സി ഇ എ ഡിക്ക് പെർപെൻഡിക്കുലർ ആണ്. എ ഡിക്ക് സി ഇ പെർപെൻഡിക്കുലർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി സി ഡി ഈസ് സ്മോൾ, എ സി ആൻഡ് എ ഇ ആർ നിയർലി ഈക്വൽ. സി ഡി ഒരു ചെറിയ ഡിസ്റ്റൻസ്, കുറച്ച് വലിയൊരു എക്സ്പാൻഷൻ ആയിരിക്കില്ല. ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ എന്താണ്, ഒരു കമ്പിയിൽ നമ്മൾ ചൂട് കൂടുമ്പോൾ കമ്പി വളയത്തില്ലേ, അതുപോലെ ആ ഒരു ആർച്ചിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറുന്നു. അപ്പം എ സി ആൻഡ് എ ആർ നിയർലി ഈക്വൽ. സോ എ ഡി മൈനസ് എ സി, എ ഡി മൈനസ് എ സി ഈക്വൽ ടു എ ഡി മൈനസ് എ ഇ ഈക്വൽ ടു ഇ ഡി. എ ഡി മൈനസ് എ സി, എ ഡി മൈനസ് എ സി എന്ന് പറയുന്നത്, എ ഡി മൈനസ് എ സിയെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഡി മൈനസ് എ ഇ എന്ന് എഴുതിക്കൂടെ? ഈ സി എന്നാണ് ഈ പെർപെൻഡിക്കുലർ. അതപ്പം എ ഡി മൈനസ് എ സിക്ക് പകരം എ ഡി മൈനസ് എ ഇ നമുക്ക് നോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡി. അപ്പോൾ ദാറ്റ് എന്ന് പറഞ്ഞാൽ എ ഡി മൈനസ് എ ഇ എന്ന് പറഞ്ഞാൽ ഈ എ ഡിന്ന് എ ഇ മൈനസ് ചെയ്യുമ്പോൾ ഇ ഡി വാല്യൂ കിട്ടും. ഇനി ഈ ഇ ഡി എന്ന് പറയുന്നത് എന്താണ്? കോഡാണ് അല്ലേ? ഇ ഡി എന്ന് പറയുന്നത് കോഡ് എ സി ആണ്. കോഡ് എ സിക്ക് തുല്യമാണ്. ഈ കോഡ് എ സിക്ക് പ്രൊപ്പോർഷണൽ അല്ല, ഈക്വൽ ആണ് കോഡ് ഇ ഡി എന്ന് പറയുന്നത്. ആൽഫ എ സി ഇൻറ്റു ആൽഫ ടി എന്ന് പറഞ്ഞാൽ ആ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസിനെയാണ്. എ സി കോഡിലെ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ് ഇ സി ഡി. അപ്പോൾ അവിടാണ് ചേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത് എടുക്കുമ്പോൾ ഈ ഇ ഡി പോർഷനും എന്ന് പറയുന്നത് ആൽഫ ടി ആണ്. അതുകൊണ്ടാണ് എ സി ഇൻറ്റു ആൽഫ ടി എന്ന് നമ്മൾ എടുത്തേക്കുന്നത്. ഇ ഡിക്ക് എ സി ഇൻറ്റു ആൽഫ ടി. സി ഡി എന്ന് പറയുന്നതല്ലേ ആൽഫ ടി, കോഡ് എ സി.
അപ്പോൾ അത് നമുക്ക് ഇ ഡി ആണ് കൺസിഡർ ചെയ്യുക. ഇനി ഇൻക്രീസ് ഇൻ റൈസ് ഓഫ് ആർച്ച്. ഇൻക്രീസ് ഇൻ റൈസ് ഓഫ് ആർച്ചിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ആയിട്ടാണ്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു സി ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡി സി ഇ ഡി സി. ആ ലൈനിൽ ഈ എ ഡി ഒ അല്ലെങ്കിൽ എ ഡി സി കൺസിഡർ ചെയ്യുമ്പോൾ ആണ് എന്താണ് ഇ ഡി സീക്ക് ഇ ഡി സി എന്ന് എടുക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ ഇ ഡി സി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം വിത്ത് ഇ ഡി സി സിമിലർ ടു എ സി ഒ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിളും അഡ്ജസൻ്റ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതുന്നേ? ഡെൽറ്റ ഈക്വൽ ടു സി ഡി. ഡെൽറ്റ എന്ന് പറയുന്നത് സി ഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡി സി ഇ ഡി സി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഇ ഡി സീക്ക് എന്ന് പറഞ്ഞാൽ 1 cos അല്ലേ. ഇൻവേഴ്സ് ഓഫ് കോസ് ആണ് സീക്ക് അല്ലേ. അപ്പം ഡെൽറ്റ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ഈക്വൽ ടു ഇ ഡി, ഈ ഡിസ്റ്റൻസ് സീക്ക് ഇ ഡി സി, ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ആംഗിൾ. നമ്മൾ ഇതെടുക്കുകയാണെങ്കിലോ, സോ ഇ ഡി സി അപ്പം സിമിലർ ആയിട്ട് ഇ ഡി സി എ സി ഒ എന്ന് എടുക്കുക. ഇ ഡി സിക്ക് സിമിലർ ആണ് എ സി ഒ അല്ലേ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എ സി ഒ ഇവിടുത്തെ ആംഗിളും അഡ്ജസൻ്റ് അല്ലേ. അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് സിമിലർ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ ട്രയാങ്കിൾ സിമിലർ, അത് അഡ്ജസൻ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. ദെൻ അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇ ഡി ഇൻറ്റു ഇ ഡി സിയെ നമുക്ക് എ സി എന്ന് എടുക്കുക. ആ രണ്ട് ട്രയാങ്കിളായിട്ട് എടുത്തിട്ട് ദെൻ ഇ ഡി സീക്ക് എ സി ഒ ഈക്വൽ ടു ഇ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇ ഡി എന്ന് പറയുന്നത് എ സി ആൽഫ ടി ഇൻറ്റു സീക്ക് എ സി ഒ എന്ന് പറയുന്നത് എ സി ബൈ സി ഒ. സീക്ക് എ സി ഒ എന്ന് പറയുന്നത് എ സി ബൈ സി ഒ, ദാറ്റ് ഈസ് കോസ് ആണ്. എന്താണ്? അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം സീക്ക് എന്ന് പറയുന്നത് എ സി ബൈ സി ഒ. സി ഒ ബൈ എ സി അല്ലേ കോസ്. അപ്പം അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ സി ബൈ സി ഒ. അപ്പം ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? എ സി ഇൻറ്റു എ സി ആൽഫ ടി ഇൻറ്റു എ സി ബൈ സി ഒ. ഇനി എ സി അപ്പോൾ നമുക്ക് വീണ്ടും അതിനെ എ സി സ്ക്വയർ ബൈ സി ഒ ഇൻറ്റു ആൽഫ ടി എന്ന് എഴുതാം. ഇനി എ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ ഒ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ. എ സി സ്ക്വയർ എന്ന് പറയുന്നത് എ ഒ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ. എ സി ഇതൊരു ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്. അപ്പം എ ഒ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം എ ഒ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എൽ ബൈ 2 എ ഒ സി എന്ന് പറയുന്നത് എച്ച്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ബൈ 4 സ്ക്വയർ ബൈ 4. ഇനി അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഡെൽറ്റ ഇ ഡി സി എ സി ഒ എന്ന് പറയുന്നത് ഡെൽറ്റയാണ് അല്ലേ. സി ഡി അല്ലെങ്കിൽ ഇ ഡി സി ഡെൽറ്റ ഈക്വൽ ടു 1 പ്ലസ് 4h സ്ക്വയർ ബൈ 4h ഇൻറ്റു ആൽഫ 2. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഡിറിവേഷനായിട്ടൊന്നും വരത്തില്ല. എ പാർട്ടിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻ 3 ഇഞ്ച് ചാർജ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരായിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എഴുതുക, ഫിഗർ വരയ്ക്കുക, പിന്നെ ഈക്വേഷൻ എഴുതി വെച്ചാലും മതി. ഡെറിവേഷൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങളിത് എഴുതുക. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പോൾ നമ്മൾ 3 ഹിഞ്ചിൻ്റെ കേസിലാണ് ഇങ്ങനെ സെൻട്രലിൽ റൈസ് വരുന്നത്. അപ്പം 2 ഹിഞ്ച് ആർച്ച് ആണെങ്കിൽ സെൻട്രൽ ഹിഞ്ചില്ലല്ലോ. അപ്പോൾ സപ്പോർട്ടിൽ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. ഇപ്പോൾ എയിൽ അല്ലെങ്കിൽ ബിയിലാണ് ടെമ്പറേച്ചർ റേസിങ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റേസ് വരുവാണെങ്കിൽ ഈ ബി അല്ലെങ്കിൽ എ ഏതെങ്കിലും ഒരു സപ്പോർട്ട് സെറ്റിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യും. ബിന്ന് ബി ഡാഷിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. കുറച്ചും കൂടെ റൈറ്റിലോട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ട് ആ ആർച്ച് സ്ലാൻഡ് ആയി പോവും. അത്രയേ ഉള്ളൂ 2 ഹിഞ്ച് ആർച്ചിലെ ടെമ്പറേച്ചർ എഫക്റ്റ്. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാവരും നോട്ട് എഴുതിയിട്ട്
എനിക്ക് അയച്ചു തരണം. താങ്ക് യു.